Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ പാള കൊണ്ട് റോസ് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ പാള തന്നെയാണ്. അപ്പോൾ നല്ല പച്ച പാള വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അത് പക്ക വൈറ്റ് കളറിലുള്ളതിനെ കൂടുതലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അത് എപ്പോഴും നമുക്ക് കിട്ടുമല്ലോ, ഒരു പ്രത്യേക സീസണിൽ മാത്രമേ നല്ല പാളകൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പാളയിലുള്ളത് അത്ര നല്ലൊരു വൈറ്റ് കളറിലൊന്നല്ല ഉള്ളത്. അപ്പോൾ തൽക്കാലം ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഞാൻ തംബ്നെയിലിൽ വെച്ചിട്ടുള്ള പിക്കൊക്കെ നല്ല പക്ക വൈറ്റ് പാള എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അത്ര കളറ്. ആദ്യം നമ്മൾ ഇതുപോലെ പാള ഇങ്ങോട്ട് നടുക കീറിയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര വീതിയിലാക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകമുള്ളതും പുറമെയുള്ളതായിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ചീന്തി കളയണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടാണ് നമ്മൾ ഇതിൻ്റെ പെറ്റൽസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഏതൊരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ പാള ചീന്തി എടുക്കുമ്പോൾ അത് രാവിലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ സമയത്ത് പാള ഇത്തിരി സോഫ്റ്റായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ചീന്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിലെ ലെയറൊക്കെ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് കാലത്തിനുണ്ടാവും. അത് വെള്ളമൊന്നും തട്ടാതെ നമ്മൾ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ലെയർ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാളയുടെ റോസ് ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീന്തി എടുത്തിട്ടുള്ള ഉള്ളിലെ ലെയർ ഇതുപോലെ ഒന്ന് ചതുരത്തിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ ഓരോ പെറ്റൽസ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഓരോ പീസും ഇതുപോലെ സെൻറ്റർ മടക്കിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് മനസ്സിലാക്കേണ്ടത്. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് പെറ്റൽസ് വേണം. ഒരു ഫ്ലവറിന് നമുക്ക് 15 മുതൽ 20 വരെ പെറ്റൽസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാടെണ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് കൊണ്ട് ടൈ ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ചങ്ങണപ്പുള്ളിൻ്റെ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ നമുക്ക് സാധാരണ ഇർക്കിൽ വെച്ചിട്ടും ചെയ്യാം. എന്നിട്ട് ഈ സ്റ്റിക്കിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പാളയുടെ തന്നെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പെറ്റൽസ് ഒന്നും ഇതിൽ നിന്ന് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുകളിൽ ഒന്ന് കെട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും ചെറിയ പെറ്റലാണ് നമ്മൾ ആദ്യം കെട്ടിക്കൊടുക്കേണ്ടത്. ആദ്യം കെട്ടിക്കൊടുത്ത പെറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അടുത്തത് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും സൈഡ് വരുന്ന ഭാഗത്തായിട്ട് അടുത്തത് കെട്ടിക്കൊടുക്കാം. ഈ രീതിയിലാണ് നമ്മൾ മുഴുവൻ പെറ്റൽസും ഇതിലിങ്ങനെ കെട്ടിക്കൊടുക്കേണ്ടത്. മറ്റൊരു കാര്യം, നമ്മൾ ഈ ഒരു ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നൈലോണിൻ്റെ ത്രെഡാണ് ഉപയോഗിക്കേണ്ടത്. ഇതിപ്പോൾ സാധാരണ തയ്യൽ മെഷീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡാണ്, തയ്യലിനൊക്കെ ഉപയോഗിക്കുന്ന ത്രെഡാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു. ഇത് പാള എന്ന് പറയുന്നത് കുറച്ചൊരു കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് നൈലോണിൻ്റെ ത്രെഡ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ പകുതിയോളം പെറ്റൽസ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കൂടെ ഇതിൽ കൊടുക്കട്ടെ. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ടോട്ടൽ ഇതിൽ 20 പെറ്റൽസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പാളയുടെ കട്ടിക്കനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. ഏകദേശം ഒരു 15ൻ്റെ മുകളിലെങ്കിലും എടുക്കണം, എന്നാലേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഓരോ പെറ്റൽസും നമ്മൾ വെച്ച് കൊടുത്തിട്ടും നോട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നൂല് പറഞ്ഞു പോരും. അങ്ങനെ അവസാനത്തെ പെറ്റൽ കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ ഓരോ പെറ്റൽസും ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കണം. ഇതിപ്പോൾ ഒരു ചെറിയ നനവുണ്ടാവും രാവിലെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇതിങ്ങനെ നമ്മൾ നിവർത്തി കൊടുക്കാം. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഉള്ളിലുള്ള എല്ലാ പെറ്റൽസും ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് നിവർത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് വെയിലത്ത് വെക്കൊന്നും വേണ്ട, എന്നാലും നമ്മളത് എടുത്ത് വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലുള്ള ഈർപ്പൊക്കെ ഒന്ന് വലിഞ്ഞ് പോവണം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമ്മളത് എടുത്ത് വെച്ചാൽ മതി. സാധാരണ റൂം ടെമ്പറേച്ചറിൽ തന്നെ ആക്കിയിട്ട് വെച്ചാൽ മതി, വെയിലത്തൊന്നും വെക്കേണ്ട. പിന്നെ ഇത് ഡൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടും ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ കളറിൽ മുക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും കൂടി ഞാനിത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്.
അപ്പോൾ കളറിലൊക്കെ മുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതിൻ്റെ കെട്ടി വരുന്ന ഒരു ഭാഗത്തായിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു പാള കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ലൂസായി പോരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു ലൂസായി പോരാനുള്ള ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗം അപ്ലൈ ചെയ്തിട്ടാണ് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നത്. കുറച്ചൊന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗമ്മ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വാട്ടർ കളറിൽ മുക്കിയെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പണി തീരും. അല്ലാതെ നമ്മൾ പെയിൻറ്റും ബ്രഷൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നല്ല വെയിലുള്ള ദിവസം നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. കാരണം ഇത് നനവോട് കൂടി വെച്ചാൽ പെട്ടെന്ന് പൂത്ത് പോവും. അപ്പോൾ നമുക്കത് ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങണം. അപ്പോൾ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ വാട്ടർ കളറിൽ മുക്കിയെടുത്തിട്ട് നമ്മളതിങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് എടുത്ത് വെക്കാറുള്ളത്. നല്ല ഭംഗിയുണ്ടാവും. എല്ലാ കളറും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കളർ ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തതാണ് ഇത്. ഇതുപോലെ നമുക്ക് എല്ലാ കളേഴ്സിലും തയ്യാറാക്കി എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. കളർ ചെയ്യാതെയും നല്ല ഭംഗിയുണ്ട് കാണാൻ, ആ ഒരു വൈറ്റ് കളറിൽ തന്നെ നാച്ചുറലായിട്ട് കാണാനും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. താങ്ക്